സുഹൃത്തുക്കളെ, ഇപ്പോൾ എനിക്ക് ഒരു സുഹൃത്ത് നിലമ്പൂരിൽ നിന്ന് പോത്തുകലിൽ നിന്ന് ചാലിയാറിന്റെ അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, മൃതശരീരങ്ങൾ കണ്ടെത്താനും ശരീരഭാഗങ്ങൾ കണ്ടെത്താനുള്ള പ്രവർത്തനം നടക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് വാട്സപ്പിൽ ഫോട്ടോ അയച്ചു തന്നു. അപ്പോൾ എനിക്കൊരു സ്റ്റോറി ചെയ്യണം തോന്നി, സത്യത്തിൽ അത് പറയണം, ഷെയർ ചെയ്യണം തോന്നി. ഞാൻ കാണിച്ചു തരാം ആ ഫോട്ടോ. അതിനും പറയാനുള്ളത് ഒന്ന്, അവിടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതിമത പരിഗണനകൾക്കൊക്കെ അതീതമായ എല്ലാ മനുഷ്യരും രംഗത്ത് നിൽക്കുകയാണ്. നിലമ്പൂരിൽ MLA അവിടെയുണ്ട്, സ്ഥലം MLA ആയിട്ടുള്ള PV അൻവർ അവിടെയുണ്ട്, DCC പ്രസിഡന്റും എൻ്റെ ബന്ധു കൂടിയായിട്ടുള്ള മുൻ KS സംസ്ഥാന പ്രസിഡന്റ് BS ജോയി അവിടെയുണ്ട്. അതേപോലെ തന്നെ കോൺഗ്രസ് നേതാവ് സുഹൃത്ത് ആര്യടൻ ഷോക്കത്താക്ക് അവിടെയുണ്ട്. അതേപോലെ CPM അവിടുത്തെ ഏരിയ സെക്രട്ടറി T രവീന്ദ്രൻ, CPM അവിടുത്തെ ലോക്കൽ സെക്രട്ടറി, മുൻ ലോക്കൽ സെക്രട്ടറിമാരായിട്ടുള്ള P ഷഹീർ ഇപ്പോൾ ഏരിയ സെന്റർ അംഗമാണ്. കോൺഗ്രസിന്റെ നേതാക്കളായിട്ടുള്ള ഇന്നലെ എന്നെ വിളിച്ചപ്പോൾ തന്നെ അവിടുത്തെ CPM DYFയുടെ മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ദിവാരേട്ടനാണ് എന്നെ വിളിച്ചത്. CPM ലോക്കൽ കമ്മിറ്റി മെമ്പറായിരുന്നു, പാർട്ടി മെമ്പറാണ് ഇപ്പോഴും. ദിവാരേട്ടൻ എന്നെ വിളിച്ച് അവിടുത്തെ വിവരങ്ങളൊക്കെ പറഞ്ഞു തന്നപ്പോൾ ദിവാരേട്ടന്റെ കൂടെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായിരുന്ന തുരുത്തെല്ല വിജയൻ അവിടെ ഉണ്ട്, അങ്ങനെ അദ്ദേഹം ബാങ്ക് പ്രസിഡന്റ് കൂടിയായിരുന്നു. അങ്ങനെയുള്ള എല്ലാവരും അവിടെ ഉണ്ട്, എല്ലാ ആൾക്കാരും രംഗത്താണ്. ശ്രദ്ധിച്ച ഒരു ഫോട്ടോ ഞാൻ എനിക്ക് അയച്ചു തന്ന ഫോട്ടോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ആ മുമ്പിൽ നിൽക്കുന്നത് DYFയുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റും SFയുടെ മുൻ ജില്ലാ സെക്രട്ടറിയും അതേപോലെ തന്നെ ഇപ്പോൾ CPMന്റെ എടക്കര ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള P ഷബീറാണ്. ഷബീറിന് എനിക്ക് കണ്ടപ്പോൾ വളരെ ഇത് തോന്നി. കാരണം വെറുതെ അവിടെ നോക്കി നിൽക്കുകയല്ല, ആകെ നനഞ്ഞിട്ടുണ്ട്, പാൻ്റെ ആകെ നനഞ്ഞിട്ടുണ്ട്, അരേറ്റം മൊത്തം നനഞ്ഞിട്ടുണ്ട്. അതായത് പുഴയിലിറങ്ങി മൃതദേഹങ്ങൾ തപ്പിയെടുക്കുക, വരുന്ന കരക്കടിയിൽ നിന്ന് എടുക്കുക, ശരീരഭാഗങ്ങൾ എടുക്കുക, അത് ചുമലിലേറ്റി കൊണ്ടുവരിക എന്നൊക്കെ പറയുമ്പം സേവന രംഗത്ത് സജീവമായിട്ട് നിൽക്കുന്നു. ഫോട്ടോഷൂട്ട് നടത്തുകയല്ല ചെയ്തത്, വേറെ ആരും എടുത്തൊരു ഫോട്ടോ, അത്രയേ ഉള്ളൂ. യാദൃശ്യമായിട്ട് എടുത്ത് എനിക്ക് അയച്ചു തന്നതാണ്. ഈ ഫോട്ടോ നന്നായിട്ട് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ പറയാൻ കാരണം, ഷബീറിനെ പരിചയപ്പെടുന്നത് 2012 ഞാൻ അവിടെ വാടകയ്ക്ക് താമസിക്കുന്ന സമയമാണ്. മമ്മിയൊക്കെയുള്ള സമയത്താണ്, മമ്മിയൊക്കെ അന്ന് ജീവിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അന്നത്തെ SFയുടെ ജില്ലാ പ്രസിഡന്റ്, ഞാൻ ഗൾഫിൽ നിന്ന് ലീവിന് വന്നതാണ് ഒരാഴ്ചത്തേക്ക്. അപ്പോൾ ലീവിന് വന്ന സമയത്ത് ഞാൻ ലീവിന് വന്നു എന്നുള്ളത് അറിഞ്ഞിട്ട് ചുങ്കത്ര കോളേജിൽ ഒരു വിഷയം ഉണ്ടായിരുന്നു. അപ്പം മഞ്ചേരിക്കാരനായിട്ടുള്ള എൻ്റെ സുഹൃത്ത് മൻസൂർ എന്ന് പറഞ്ഞാൽ എനിക്കൊരു സ്വന്തം അനിയനെ പോലെയുള്ള ആളാണ്. SFയുടെ അന്നത്തെ ജില്ലാ പ്രസിഡന്റാണ്. പിന്നെ DYFയുടെ ജില്ലാ കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഗവൺമെന്റ് ജോലി കിട്ടി, സംഘടനാ രംഗത്ത് നിന്നൊക്കെ വിട്ടു. മൻസൂറാണ് ഈ ഷബീറിനെയും കൊണ്ട് എൻ്റെ വീട്ടിൽ വരുന്നത്. അന്ന് ഷബീർ SFയുടെ എടക്കര ഏരിയ സെക്രട്ടറിയാണ്. അങ്ങനെ വീട്ടിൽ വന്ന് പരിചയപ്പെട്ടു. പിന്നീട് ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ കാണും, ടൗണിൽ വെച്ചിട്ടൊക്കെ കാണും. പിന്നെ 2020 ഞാൻ ഗൾഫൊക്കെ നിർത്തി നാട്ടിൽ നിൽക്കുന്ന സമയത്ത് 2020 ഷബീർ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇപ്പം ഏറ്റവും അവസാനം ഞാൻ ഷബീറിനെ കണ്ടത് ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ. ഞാൻ രാവിലെ ഇങ്ങനെ അവിടെ നാട്ടിലും പോയിട്ട് ഞാൻ ഒരാഴ്ചത്തേക്കും പോയതായിരുന്നു. നടക്കാൻ വേണ്ടി പോയപ്പോൾ ഷബീറിന്റെ വണ്ടി എന്നെ പാസ് ചെയ്ത് പോയി. എന്നിട്ട് പിന്നെ തിരിച്ചു വന്നു, സംസാരിച്ചു. അപ്പം അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ വിട്ടുപോയ ചില ആൾക്കാരുണ്ട്. BJPയുടെ നേതാക്കളായിട്ടുള്ള അജി തോമസ്, സുധി ഉപ്പട തുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാം രംഗത്തുണ്ട്, എല്ലാ ആൾക്കാരും. അതുപോലെ CPMന്റെ വിമതന്മാരായിട്ടുള്ള ആൾക്കാർ അവിടെയുണ്ട്. മുമ്പ് CPMന്റെ ലോക്കൽ സെക്രട്ടറി, പിന്നീട് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള CR പ്രകാശ് അവിടെയുണ്ട്. എല്ലാവരും ഉണ്ട്, എല്ലാ ആൾക്കാരും രംഗത്ത് സജീവമായിട്ടുണ്ട്. ഞാൻ ആൾക്കാരുടെ പേര് എല്ലാവരും പറയാൻ വിട്ടുപോയി. അവിടെ നിന്ന് ചിലർ കമന്റ് പറയുന്നുണ്ട് ഞാൻ പറയുന്നത്. നിങ്ങൾ നാട്ടുകാർ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. കാരണം എനിക്ക് ബന്ധമുള്ള ഒരു പഞ്ചായത്താണ്, ഞാൻ ആ പഞ്ചായത്തുകാരനല്ലെങ്കിലും പൊത്തുകല്ല് പഞ്ചായത്ത്. ഷബീർ ഇങ്ങനെ എന്നെ കണ്ടപ്പോൾ വണ്ടി തിരിച്ച് വന്ന് നിർത്തി കുറച്ചു നേരം സംസാരിച്ചു പോയി. ഞാൻ പറയുമ്പം ഈ വ്യക്തിബന്ധങ്ങളെ സൂക്ഷിക്കാനുള്ള ഒരു കഴിവ്, കാരണം ഞാൻ ഇവരെയൊക്കെ വിമർശിക്കാറുണ്ട്, പാർട്ടിക്ക് നിരന്തരം സംസാരിക്കാറുണ്ട്, ഒക്കെ ഉണ്ടാകുമ്പോഴും ആ ഒരു കഴിവുള്ള നല്ലൊരു ചെറുപ്പക്കാരനാണ് ഷബീർ. അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കും, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറയുന്നത് DYFI ആയാലും യൂത്ത് കോൺഗ്രസ് ആയാലും യുവമോർച്ചയാണെങ്കിലും യൂത്ത് ലീഗ് ആണെങ്കിലും ഒക്കെ ഈ രീതിയിൽ ഇത്തരം കാര്യങ്ങൾക്കകത്ത് വളരെ സജീവമായിട്ട് ഇറങ്ങുന്ന ഒരു സ്ഥിതി വേണം. കാരണം യുവജന സംഘടനകൾ അത് സമൂഹത്തിന്റെ കണ്ണാടിയാണ്. നമുക്കറിയാം, ശുദ്ധ ദൈവനത്തിന്റെ കാലഘട്ടം പറഞ്ഞിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾക്കകത്ത് ചെറുപ്പക്കാരാണ്. കാരണം പ്രായമുള്ളവർക്ക് ഇറങ്ങാനൊക്കെ ചിലപ്പോൾ ശാരീരികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ആ ചെറുപ്പക്കാരാണ് ഇത്തരം വിഷയങ്ങൾക്കകത്ത് ഏറ്റവും സജീവമായിട്ട് ഇറങ്ങേണ്ടത്. നമ്മുടെ ഫോഴ്സ്, നിങ്ങളുടെ സംഘടനാശേഷി, നിങ്ങളെല്ലാ യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളൊക്കെ റാങ്കിങ് നടത്താനും കുട്ടികളെ ആൾക്കൂട്ട വിചാരണ നടത്താനും കൊല്ലാനും ഒന്നും അല്ല പോകേണ്ടത്, തമ്മിൽ അടിപിടി കൂടാനല്ല. ഇത്തരം വിഷയങ്ങൾക്കകത്ത് നാടിന് ഗുണം ചെയ്യുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങൾക്കകത്തും സജീവമായിട്ട് ഇറങ്ങി ഇപ്പോൾ വയനാട്ടിലെ രക്തദാനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്കകത്ത് യൂത്ത് കോൺഗ്രസും DYFയും യുവമോർച്ചയും യൂത്ത് ലീഗും ഒക്കെ സജീവമായിട്ട് ഇറങ്ങണം എന്നൊരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം യുവജനങ്ങളുടെ കർമ്മശേഷി ഏറ്റവും സർഗാത്മകമായും ക്രിയാത്മകമായും ആണ് ഉപയോഗിക്കേണ്ടത്. അത് കല്ലെറിയാനും പൊതു സ്വത്ത് നശിപ്പിക്കലും എതിർ പാർട്ടിക്കാരെ ആക്രമിക്കാനുമല്ല ഉപയോഗിക്കേണ്ടത് നിങ്ങളുടെ കായിക ശേഷി. ഇത്തരം ഷബീർ അതിന് മാതൃകയായിട്ട് കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാവരും ആ രംഗത്ത് സജീവമാകണം എന്നാണ് എല്ലാ യുവജന സംഘടനാ നേതാക്കന്മാരോടും പ്രവർത്തകരോടും എനിക്ക് പറയാനുള്ളത്. എനിക്കാവാഞ്ഞിട്ടാണ്.
അതുകൊണ്ടാണ് വയനാട്ടിൽ പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നെ കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഇങ്ങനത്തെ എക്സ്പീരിയൻസും ഇല്ല. അതേസമയം എനിക്ക് കയറിട്ട് പാറ കയറാൻ പറഞ്ഞ കയറും. കാരണം ഞാൻ കരികൾ പോലെ നടത്തിയിരുന്നു പണ്ട്. അതുകൊണ്ട് അത് ഞാൻ അതിനകത്തെല്ലാം ചെയ്യാൻ അറിയാം. ഇത് എനിക്ക് പറ്റില്ല. രണ്ടാമത്തെ കാര്യം, വെള്ളത്തിൽ ഞാൻ എക്സ്പെർട്ട് അല്ല. നീന്തൽ കുളത്തിലല്ലാതെ ഞാൻ കുളിക്കില്ല. അങ്ങനെ വെള്ളത്തിൽ നീന്തില്ല. കുളിക്കില്ല എന്നല്ല, നീന്തില്ല. എനിക്ക് ഒഴുക്കുള്ള വെള്ളത്തിലൊന്നും നീന്താനോ അങ്ങനെയുള്ള ഇതിനൊന്നും എനിക്ക് കഴിയില്ല. കഴിയാത്ത കാര്യത്തിന് അവിടെ പോയിട്ട് വെറുതെ കാഴ്ച കാണാൻ വേണ്ടി പോയിട്ട് അവരുടെ സമയം മെനക്കെടുത്തിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ അവിടെ പോയിട്ട് ഷൂട്ട് നടത്താൻ എനിക്ക് താല്പര്യമില്ല.